നമ്മൾ കോട്ട് സെറ്റ് ഒരുപാട് കൊണ്ടുവന്നല്ല അല്ലേ, എല്ലാവർക്കും കോട്ട് സെറ്റ് ഇഷ്ടമാണ്. പക്ഷെ അതേപോലെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടീനേജ് പിള്ളേർക്കും ഇൻ കേസ് എന്നെ പോലുള്ളവർക്കും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കോൺസെപ്റ്റിലൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഒരു തവണ അതിൻ്റെ ഒരു പാറ്റേൺ ചെയ്ത് സ്കർട്ട്, അതായത് ബോട്ടമായിരുന്നു അതിന് വന്നിരുന്നത്. അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സ് ഒന്ന് സ്കർട്ടാക്കി കൂടായോ എന്ന് കമൻറ്റ് ചെയ്തവർക്ക് വേണ്ടി പെട്ടെന്ന് കൊണ്ടുവന്ന ഐറ്റം കേട്ടോ. സൂപ്പർ ഐറ്റമാണ്, അടിപൊളിയാണ്. എനിക്കിത് ഇതാ നോക്കി, ഇതാണ് സ്കർട്ട് വരുന്നത് കേട്ടോ. നല്ല സ്കർട്ടാണ്, വീതിയും വിരിവും ഒക്കെയുള്ള സ്കർട്ട്. ഇതാ ഇങ്ങനെയായിരിക്കും സ്കർട്ട് വരുന്നത്. അടിപൊളി ലുക്കായിരിക്കും വെയർ ചെയ്യുമ്പോൾ കേട്ടോ. എനിക്കിത് ഹാങ്കറിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഉടുപ്പ് ഞാൻ ഹാങ്കറിൽ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഹാങ്കറിൽ തന്നെ ഇട്ട് കാണിക്കാം, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ ഇന്നർ വരുന്നത് ഇതാ ഈ രീതിയിലാണ് ഇന്നർ വരുന്നത് കണ്ടോ. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐറ്റം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യത്തെ ഞാനിങ്ങനെ ഒന്ന് ഹാങ്കറിൽ ഇട്ട് കാണിക്കാം. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കും ജാക്കറ്റ് കണ്ടോ. ഇങ്ങനെ ജാക്കറ്റ്, ലോങ് ജാക്കറ്റ്, ഇന്നർ, അതിനോടൊപ്പം ഈ ലോങ് സ്കർട്ടുമാണ് വരുന്നത്. ഭയങ്കര ലുക്കായിരിക്കും വെയർ ചെയ്യുമ്പോഴും കേട്ടോ. എനിക്കിങ്ങനെ കാണിക്കുന്നതിനൊരു പരിമിതിയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുത്തോണേ. ഇങ്ങനെയായിരിക്കും മോഡൽ വരുന്നത്. അപ്പോൾ ഈ കളറാണ് വേണ്ടെങ്കിൽ ഇതെടുക്കാം. നമുക്ക് അടുത്തത് കാണാം. അടുത്ത കളറ് ഇന്നറെല്ലാം എനിക്ക് തോന്നുന്നു സെയിം രീതിയിലാണ് വരുന്നത്. നമുക്ക് അന്നേരം ജാക്കറ്റ് മാത്രം ഫിറ്റ് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ ഫോട്ടോ സൈറ്റിൽ ഫോട്ടോ കൊണ്ട് എടുക്കാൻ നിൽക്കാതെ ഞാൻ ഈ കാണിക്കുന്നത് കണ്ടിട്ട് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അതാണ്ട് ഇതിൻ്റെ ഇന്നർ വരുന്നത് ഈ രീതിയിലാണ് കണ്ടോ. എല്ലാത്തിനും ഇന്നർ ബ്ലാക്കിലാണ്, ജാക്കറ്റ് കളേഴ്സിലാണ് വരുന്നത് കണ്ടോ. ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. ബോട്ടം ഈ രീതിയിൽ. അപ്പം സ്കർട്ടല്ല, ബോട്ടം വേണ്ടാത്തവർക്ക് സ്കർട്ടിലാണ് വന്നേക്കുന്നത്. നല്ല വീതി നീളമുണ്ട്. ദാമനി താഴെ വന്നിട്ട് ഒരു സ്ലിറ്റും കൊടുക്കുന്നുണ്ട്, ബട്ടൺസും കൊടുക്കുന്നുണ്ട്. ബാക്ക് എലാസ്റ്റിക്കാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ ഞാൻ എടുത്തോളൂ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എടുത്തോണേ. അടുത്തത് നമുക്ക് കാണാം. ഞാനങ്ങ് സ്പീഡിൽ പറഞ്ഞു പോട്ടെ. എന്തെങ്കിലും തെറ്റോ ലാഗോ എന്തെങ്കിലുമൊക്കെ ഫൗളോ ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണേ. നിങ്ങൾ ഈ ഐറ്റം എല്ലാം കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സ്പീഡ് അങ്ങ് പറഞ്ഞു പോകുന്നേ കേട്ടോ. ഓരോന്നും ഇതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ എത്തണ്ടേ നമുക്ക്, എന്നാലും സന്തോഷമാവും. നിങ്ങൾ ഇതിന് ഇത് ഇടുമ്പോഴല്ലേ നമ്മുടെ സന്തോഷം കണ്ടോ. ഇത് സ്പെഷ്യലായിട്ടുള്ള, ഇനി നമുക്ക് ഇതിന് ഏതാനും ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇതാ ഇങ്ങനെയാണ് സ്കർട്ട് വരുന്നത് കണ്ടോ. നമുക്ക് 3 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് എത്തത്തക്ക രീതിയിൽ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എത്തും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്തോ. ഇത് ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി ഏത് കളറാണ് കാണിക്കാനുള്ള? ഞാൻ ഇത് കാണിച്ചില്ലല്ലേ, ഒരു കളർ കൂടെ ഉള്ളോ? എന്തെങ്കിലും കളർ യെല്ലോ കാണിച്ചായിരുന്നോ? യെല്ലോ കാണിച്ചില്ല. എന്തെങ്കിലും കളർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന്, എനിക്ക് തോന്നുന്നു യെല്ലോ കാണിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ കാണിക്കാം. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കണ്ടോ. ഓറഞ്ച് വേണ്ടവർക്ക് ഓറഞ്ച് പർച്ചേസ് ചെയ്യാം. സ്കർട്ട് വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ. സെൻറ്ററിൽ ഒരു ബട്ടൺസ് കൊടുത്തിട്ടാണ് സ്കർട്ട് പോകുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് മോഡലാണ്. നമുക്ക് ഈ പുറത്തുനിന്നൊക്കെ നോർത്തിൽ നിന്നൊക്കെ നമ്മൾ എബ്രോഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ദുബായ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണ് കൂടുതൽ നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ അടുത്ത കളർ കാണിച്ചോന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഞാൻ യെല്ലോ കാണിക്കാൻ വിട്ടുപോയി. അതുപോലെ എന്തെങ്കിലും കളേഴ്സ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. നിങ്ങൾ ഫോട്ടോ നോക്കിയിട്ട് പർച്ചേസ് ചെയ്തോ കേട്ടോ. ഇതാണ്ട ബോട്ടം ഈ രീതിയിലാണ് കണ്ടോ. ഇങ്ങനെയായിരിക്കും ബോട്ടം വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഫോട്ടോ സൈറ്റിൽ കാണുന്നത്. നിങ്ങൾ തന്നെ നോക്കാം. അപ്പുറത്ത് കണ്ട പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടാണ് ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത്. സൈഡിലൂടെ നിന്ന് എൻ്റെ പണി ഞാനും ചെയ്യുന്നുണ്ട്, എൻ്റെ കുട്ടികളുടെ പണി അവരും ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഇതിനകത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോ. ബൈ.